ഹലോ, നമസ്കാരം. ഓടും കുതിര, ചാടും കുതിര. കുതിരയെ കാണാൻ പോയ ഞാൻ കണ്ടത് ഒരു കഴുതയാണ്. അതായത് സിനിമ കാണാൻ വന്നവരൊക്കെ കഴുതയാക്കിയിട്ടാണ് ഈ സിനിമ അവസാനിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാ ഈ സിനിമ എന്തിനാണ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഈ ഫഹദ് ഫാസിലിനെ പോലുള്ള ഒരു കാലിബർ ഉള്ള ഒരു നടനെ വെച്ചിട്ട് ഒരു എന്താ പറയാ, ഒരു വേസ്റ്റ് സിനിമയാക്കി കളഞ്ഞു എന്നാണ് എന്റെ അഭിപ്രായം. ഇന്നലെ കണ്ട സിനിമ ലോക സിനിമയില് കല്യാണി പ്രിയദർശന്റെ ഒരു കംബാക്ക് ആയിരുന്നെങ്കിൽ ഇതില് കല്യാണി പ്രിയദർശൻ ഒരു ഗോ ബാക്ക് ആയി മാറി. അതായത് എനിക്ക് തോന്നണ കല്യാണിക്ക് കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. സംഭവം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മെന്റൽ ഹെൽത്ത് പരിപാടി അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡാർക്ക് ഹ്യൂമർ പരിപാടിയൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. അതായത് നമ്മള് മുമ്പ് ഇറങ്ങിയിട്ടുള്ള പൈങ്കിളി അല്ലെങ്കിൽ റോൾ മോഡൽസ് അങ്ങനത്തെ കുറെ സിനിമകളൊക്കെ ഉണ്ട്. നമ്മൾ ഓവർ ആക്ടിങ് അല്ലെങ്കിൽ ഓവർ ആക്ടിങ് കോമഡി, ഓവർ എക്സാജറേഷൻ പരിപാടികളൊക്കെയുള്ള ടൈപ്പ് സിനിമയായിട്ടാണ് ഇത് വന്നേക്കുന്നത്. എനിക്ക് പൈങ്കിളി പേഴ്സണലി കുറച്ച് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇത് കുറച്ച് ഓവർ ആക്ടിങ് പരിപാടിയൊക്കെ കുറച്ച് ഞാൻ എൻജോയ് ചെയ്യുന്ന ആളാണ്. പക്ഷേ എനിക്ക് പോലും ഈ സിനിമ ദഹിക്കാൻ പറ്റിയില്ല. സിനിമ കാണുമ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ ഓവർ ആക്ടിങ് പരിപാടികളാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിലിന് ഒരിക്കലും ഈ കോമഡി റോൾസ് അതായത് നമ്മുടെ ഞാൻ പ്രകാശൻ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രണയകഥ, പാച്ചുവും അത്ഭുത വിളക്കും അതൊക്കെ അത്യാവശ്യം നല്ല നല്ല സിനിമകളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആക്ടിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനറിസങ്ങളെല്ലാം കോമഡി സിനിമകളിൽ ഒരുപോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. എപ്പോഴും ഫഹദ് ഫാസിൽ ഒരു സീരിയസ് ക്യാരക്ടർ ചൂസ് ചെയ്യുന്നതാണ് എനിക്ക് വളരെ എപ്പോഴും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയില് അത്യാവശ്യം പെർഫോമൻസുകളോട് അധികം വെറുപ്പിക്കാതെ വന്നത് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു സീൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീനായിട്ട് തോന്നി അദ്ദേഹത്തിന്റെ ഒരു ആക്ടിങ്. അതുപോലെ തന്നെ നമ്മുടെ ലാല് അത്യാവശ്യം ഓവർ ആക്ടിങ് ആണെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. അതുപോലെ പുതിയൊരു നായികയുണ്ട് രേവതി. അത്യാവശ്യം കുഴപ്പമില്ല. ബാക്കി എല്ലാവരും നമ്മളെ വെറുപ്പിക്കലാണ്. അത് അവരുടെ കുഴപ്പമല്ല. കഥ തന്നെ അങ്ങനെ ഒരു വെറുപ്പിക്കൽ കഥയാണ്. സിനിമ തന്നെ അങ്ങനത്തെ ഒരു വെറുപ്പിക്കൽ കഥയാണ്. സാധാരണ വിഷുവിനാണ് നമ്മൾ പടക്കം പൊട്ടിക്കാറ് അല്ലെങ്കിൽ ബോംബ് പൊട്ടിക്കാറ്. എനിക്ക് തോന്നുന്നത് ഈ ഓണത്തിന് ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വിഷു പടക്കമാണ് ഈ സിനിമയാണ് എന്റെ അഭിപ്രായം.